ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മുടെ 29ാമത്തെ നോമ്പാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിലൊന്ന് എണ്ണയൊക്കെ അടിക്കണമായിരുന്നു. അപ്പോൾ പെട്രോൾ പമ്പിൽ കയറി എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ആറ്റിങ്ങിലോട്ട് പോവേണം കേട്ടോ. ഒന്നീ കല്യാൺ അല്ലെങ്കിൽ സ്വയംവര പൂജ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്കുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ സഹോദരനൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ബില്ലടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. മോൻ്റെ ഡ്രസ്സൊക്കെ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് അവ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടേക്ക് എല്ലാം ഇന്നലെയൊക്കെ നല്ല ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് അത്ര വലിയ ആളൊന്നുമില്ല, എന്നാലും സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് തയ്ച്ച് കിട്ടിയ ചുരിദാറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. റമീസ് അവനെടുത്ത ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പാൻറ്റ് ഉടുപ്പൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടേന്നുമില്ല, എന്നാലും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവരവരുടെ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ റമീസ് പള്ളിയിലോട്ട് പോയിട്ടുണ്ടേ. അപ്പം നമ്മൾ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫുഡൊക്കെ കഴിക്കണമല്ലോ, എന്തെങ്കിലും ലേറ്റായിട്ട് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മട്ടൻ കറിയും ഉറട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റമീസ് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ചൂട് ചായ കുടിക്കണമെന്ന് തോന്നി. ഞാൻ വന്നൊരു നല്ല അടിപൊളി ഒരു കട്ടൻ ചായയൊക്കെ ഏലക്കൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഉച്ചയ്ക്കത്തെ കാര്യത്തിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഓൾറെഡി രാവിലെ വെച്ച കുക്കറിൽ മട്ടൻ കറി ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലെ ബീഫ് കറി വെച്ചതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പം ഞാൻ ബിരിയാണി ഒന്നും തയ്യാറാക്കുന്നില്ല, ഒരു നെയ്ച്ചോറങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സലാഡും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് നമ്മുടെ ആരെങ്കിലുമൊക്കെ വന്നാൽ, നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നാൽ നമുക്കത് കൊടുക്കുകയും, ആരും അങ്ങനെ കഴിക്കാനൊന്നും നിൽക്കില്ല. എന്നാലും അഥവാ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു നെയ്ച്ചോറങ്ങ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഗീയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം സ്പൈസസ് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതൊന്ന് ടിന്നുകളിൽ തട്ടി വെച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു ടൈറ്റ് പാത്രത്തിലിട്ടങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് ഗ്രാമ്പൂ പട്ടായയിലൊക്കെ എടുക്കുകയാണ്. എല്ലാമൊക്കെ എടുത്ത് സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രം അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ടൈമൊക്കെ അനുസരിച്ച് ഓരോ ടിന്നിലായിട്ട് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു കൈപ്പിടി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളെയൊക്കെ പെരുന്നാളും അടിപൊളിയല്ലേ. അപ്പോൾ 29 നോമ്പേ നമുക്കുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ റമളാൻ മാസം ഇവിടെ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. ആലോചിക്കുമ്പോൾ വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസവും നമ്മൾ വൈകുന്നേരമുള്ള ഫുഡും ഒക്കെ അല്ലായിരുന്നു. ഇനി നാളെ തൊട്ട് നമുക്ക് ഇനി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമല്ലേ. അപ്പം നമ്മൾ പെരുന്നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് സാധാരണ രീതിയല്ലേ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസവും നമ്മൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ റമളാൻ ആയപ്പോഴാണ് നമ്മൾ കൂടുതൽ ഫുഡ് എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. മറ്റത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ 2 ചപ്പാത്തി എന്തെങ്കിലും കഴിച്ച് രാത്രി നമ്മളങ്ങ് ക്ലോസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ രാത്രി നമ്മൾ നല്ല ഹെവി ഫുഡെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാറില്ലേ. അപ്പം നമ്മുടെ നെയ്ച്ചോറ്റിനുള്ള ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ 2 പാത്രം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്നങ്ങ് മൂടി വയ്ക്കാമേ. നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ അരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടൊന്ന് വെക്കാം കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കിടക്കട്ടെ. നമ്മളെ ഈ കൈമ റൈസിനൊരു കൊഴുപ്പുണ്ട് കേട്ടോ. നമ്മൾ ചോറിങ്ങനെ സ്റ്റിക്കി ആയിട്ട് തോന്നുന്നല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയതാണേ. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു സാധാരണ ഈ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉണങ്ങയല്ലേ ചെയ്യേണ്ടത്. ഈ രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ ഇതാണെന്ന് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് വണ്ണം വെക്കും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ നാളെ തൊട്ട് നമുക്ക് സാധാരണ ഫുഡും രീതിയും ഒക്കെയാണ്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി സ്റ്റെയിനറിലൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അരിയൊക്കെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഇപ്പം അടച്ച് വെക്കണം കേട്ടോ. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചാൽ മതി.
അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ ഉപ്പൊന്നും നോക്കാൻ പറ്റൂലായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഞാൻ ഗ്രാൻഡായിട്ട് ഉപ്പൊക്കെ അങ്ങ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാമേ. നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റും ചോറ് നല്ല ഇതായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഒന്നും കൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിള ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അടച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ റൈസ് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ബീഫ് കറി ഞാൻ ഇന്നലെ വെച്ചതാണ്. ഇത് ഞാൻ ഒന്ന് ചെറുതായിട്ട് വരട്ടി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ബീഫ് കറിയൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഇവിടെ ഇനി അങ്ങ് വറ്റി റെഡിയായി ചോറ് ആവും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ അങ്ങ് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അടിയിലെ ചോറങ്ങ് നന്നായിട്ട് വെന്തും. അതുകൊണ്ട് കുറച്ച് വെന്ത് വരുന്ന സമയത്തൊന്നൊന്ന് ഇളക്കി നമ്മൾ മുകളിലത്തെ ചോറ് താഴെയും അടിയിലത്തെ ചോറ് മുകളിലും ഒക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് റെഡിയായി വരും കേട്ടോ. അപ്പോൾ എനിക്ക് നെയ്യ് കുറഞ്ഞു പോയെന്നുള്ളൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടെ അങ്ങ് ചേർത്തപ്പോൾ നല്ലൊരു സമാധാനം കിട്ടി കേട്ടോ. അപ്പം നെയ്ച്ചോറല്ലേ വെച്ച ഗീയൊക്കെ കുറച്ച് തോന വേണം കേട്ടോ. എങ്കിലേ നമ്മുടെ നെയ്ച്ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം ഞാൻ നേരത്തെ സലാഡിന് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് തൈരും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് സ്പൂൺ കൊണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് കുഞ്ഞുമ്മായൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ റമീസും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മൾ ബീച്ചിലോ പാർക്കിലോ ഒന്നും പോകണ്ട, നമുക്ക് നേരെ തിരുവനന്തപുരത്ത് ലുലു മാളിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 3:30, 3:45, 4 മണി അടുപ്പിച്ചായി കേട്ടോ. വെയിലൊക്കെ ഒന്നിങ്ങനെ ഇതായി വരുന്നതേ ഉള്ളേ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ റോഡ് നല്ല കണ്ണിലിങ്ങനെ വെട്ടമടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോനും ഒരേ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമാടുത്ത് ഞാൻ പറയണേ, ഈ ഗ്ലാസ് ഒന്ന് വെച്ച് നോക്ക്, എന്നിട്ട് റോഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുളിർമയാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയണേ. അങ്ങനെ ഞാൻ കണ്ണിൽ ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ്. എൻ്റെ ഉമ്മ മരിച്ചുപോയി കേട്ടോ. അപ്പം ഉമ്മയുടെ അനിയത്തി ഞങ്ങളെ വീട്ടിനടുത്താണ് കേട്ടോ. അപ്പം എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അടുത്ത് ഓടിയെത്തുന്നത് എൻ്റെ കുഞ്ഞുമ്മയാണ്. അപ്പോൾ പെരുന്നാളായപ്പോഴും വന്നു കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകാനുള്ളതാണ്, പക്ഷേ കുഞ്ഞുമ്മ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. വന്ന് നമ്മൾ ഒരുമിച്ച് ലുലു മാളിലൊക്കെ പോയി നമ്മളല്ലേ ഇവരെയൊക്കെ കൊണ്ടുപോയി കാണിച്ചൊക്കെ കൊടുക്കാറുള്ളത്. ഞാൻ 2-3 പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്നതാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം ഈ ഇങ്ങോട്ടുള്ള ഇതൊക്കെ കേട്ടോ. അപ്പം നമ്മൾ ലുലു മാളിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറുന്ന സമയത്ത് വിചാരിച്ച് വലിയ തിരക്കൊന്നും ഇല്ലയെന്ന് വിചാരിച്ചതേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ തിരക്ക് കാണിച്ചു തരാമേ. നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ. വണ്ടി നമുക്ക് ഇനി എവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെയെന്നൊക്കെ ഞാൻ റമീസും കൂടെ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ് പാർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ്. അപ്പം നമ്മളിവിടെ 30 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 മണിക്കൂർ ഇവിടെ നിൽക്കാൻ കേട്ടോ. അപ്പം കണ്ടില്ലേ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ. എന്തായാലും ഇത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പാർക്കിംഗ് കിട്ടുമായിരിക്കും. അപ്പം നമ്മൾ 5ാമത്തെ നിലയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ലുലു മാളിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പം എക്സിലേറ്ററിൽ കയറാൻ കുഞ്ഞുമാക്ക് പേടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ലിഫ്റ്റ് വഴി കയറിയിട്ടുണ്ട്. അപ്പം ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞുമ്മയുടെ മോളാണ് കേട്ടോ. അവർ കണിയാപുരത്താണ് താമസിക്കുന്നത് കേട്ടോ. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മോളെയും കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല എന്തോ ഈദ് പ്രമാണിച്ച് നല്ല അടിപൊളി പള്ളിയൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും ഒരു ഒട്ടകവും ഒരു അറബിയും കൂടി ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല അറബിക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിതിൻ്റെ പാട്ടൊന്നും ഇതിൽ ഇടാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. പക്ഷേ അത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ബീച്ചിലും പാർക്കിലും ഒന്നും പോയാൽ ഇത്രയും നല്ലൊരു ഇത് കിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ 2 മണിക്കൂർ പോയത് എങ്ങനെയെന്ന് പോലും അറിയാൻ വയ്യേ. അത്ര നല്ല രസമായിരുന്നു. പക്ഷേ അവരാ കോസ്റ്റ്യൂമും അവരാ കളിയും ഒക്കെ നല്ല. ഇതിനു മുമ്പ് ഞാൻ ഇവരെ തന്നെ ഈ അറബിക് പരിപാടിയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പെൺപിള്ളേരൊക്കെ നല്ല അടിപൊളി ഡ്രസ്സിങ്ങും അവരെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കൊക്കെ തുള്ളാനും ഡാൻസ് കളിക്കാനൊക്കെ തോന്നി കേട്ടോ. പക്ഷെ അപ്പോൾ ലുലു മാളിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരെയും അവർ കവർ ചെയ്ത് നിർത്തുന്നുണ്ട്. ആർക്കും ഡാൻസ് കളിക്കാനോ പോവാനോ അവരെ കൂടെ ഇതാക്കാനോ ഒന്നും പറ്റൂല കേട്ടോ. സെക്യൂരിറ്റി അവരെ ബാക്കിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഇത് ഗ്രൂപ്പിലുള്ളവർ കളിച്ചിങ്ങനെ മാറും തോറും അടുത്ത ഗ്രൂപ്പിലുള്ളവർ എനിക്ക് തോന്നുന്നു ഒരു 3-4 പെർഫോമൻസ് അവർ ആ സമയത്ത് തന്നെ കളിച്ചു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ പച്ച ഡ്രസ്സിട്ട വെച്ചാൽ നല്ല അടിപൊളിയായിരുന്നേ. അപ്പോൾ അവരൊക്കെ അങ്ങ് മാറിയതിന് ശേഷം ഈ ഡാൻസ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു പാട്ടുമൊക്കെ അവരിട്ട് നല്ല അടിപൊളിയായിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 2-3 ഗ്രൂപ്പായിട്ട് അവർ കളിച്ച് എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നും കൂടി ഡാൻസ് ഒന്നും കൂടി അവർ റിപ്പീറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കും കൂടെ ഡാൻസ് ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ നമ്മളതൊന്നും ചെയ്തില്ല. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ റമീസ് വണ്ടി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പുറത്ത് വരാം, അവൻ വണ്ടി എടുത്ത് ഇനി വരട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നമുക്കും അവൻ്റെ കൂടെ പോയാൽ പോരായിരുന്ന എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ ഇങ്ങനെ അതിനും ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ ഇതാവുന്നതിനനുസരിച്ച് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും കാണാനൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ ഞാൻ ലുലു തുടങ്ങി എനിക്ക് തോന്നുന്നു 5-6 അത്രയും പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. എല്ലാവർക്കും ബൈ.